നന്ദകിഷോർ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ വൃഷഭയ്ക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. ₹1 പോലും ഷെയർ ലഭിക്കാത്ത ചിത്രമായി വൃഷഭ മാറിയെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ചിത്രം നേരിടുന്നത്. ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് വൃഷഭ. തെലുങ്കിലൊരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നന്ദകിഷോറാണ്. ₹70 കോടി ബജറ്റിൽ 2022 അനൗൺസ് ചെയ്ത ചിത്രം ഈ വർഷമാണ് ഷൂട്ട് പൂർത്തിയാക്കിയത്. നിരവധി തവണ റിലീസ് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് ചിത്രം റിലീസ് ചെയ്തത്. ആരാധകർ വലിയ പ്രതീക്ഷയോടെ വരവേറ്റ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് പരാജയങ്ങളിലൊന്നായി വൃഷഭ മാറുകയാണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം തന്നെ പലയിടത്തും വാഷൌട്ടായ വൃഷഭയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണക്കുകൾ പ്രകാരം ₹2 കോടി ചിത്രം ആകെ നേടിയത്. മോഹൻലാലിന്റെ കരിയറിലെ എക്കാലത്തെയും വലിയ പരാജയങ്ങളിലൊന്നായ എലോണിന്റെ കളക്ഷൻ വൃഷഭ മറികടന്നിരിക്കുകയാണ്. 80 ലക്ഷം മാത്രമായിരുന്നു എലോൺ നേടിയത്. പോസ്റ്റ് കോവിഡ് ഘട്ടത്തിൽ മോഹൻലാലിന്റെ ഏറ്റവും താഴ്ന്ന കളക്ഷനായിരുന്നു ഇത്. നിർമ്മാതാവിന് തിയേറ്റർ റൈറ്റ്സിലൂടെ അത്യാവശ്യം നല്ല തുക ലഭിച്ചിട്ടുണ്ടെങ്കിലും വിതരണക്കാർക്ക് ചിത്രം വൻ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ₹1 പോലും ഷെയർ ലഭിക്കാത്ത ചിത്രമായി വൃഷഭ മാറിയെന്നാണ് ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നത്. എലോണിനും സമാനമായ അവസ്ഥയായിരുന്നു. OTTക്ക് വേണ്ടി നിർമ്മിച്ച എലോൺ തിയേറ്റർ അസോസിയേഷന്റെ എതിർപ്പിനെ തുടർന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയായിരുന്നു. വൃഷഭയ്ക്ക് ഇപ്പോൾ തന്നെ ട്രോളുകൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ OTT റിലീസിന് ശേഷം ചിത്രത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണം. വമ്പൻ ക്യാൻവാസിലൊരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും സമ്പന്നമാണ്. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മെഗയും ഷനായ കപൂറും സാറ എസ് ഖാനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണത്. ശോഭ കപൂർ, ഏക്താർ കപൂർ, CK പത്മകുമാർ, വരുൺ മാഥൂർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, വിശാൽ ഗുർനാനി, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിലെത്തിച്ചത്. രാഗിണി ദ്വിവേദി, സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആന്റണി സാംസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് KM പ്രകാശാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.